ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ ഒന്നല്ല കേട്ടോ വീഡിയോസ് എടുക്കുന്നത്, രാത്രിയിലാണ്. രാത്രി മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമാണ് കേട്ടോ. നമുക്കൊരു കേക്ക് ഉണ്ടായിന്. അപ്പോൾ കേക്കൊക്കെ ഞാൻ ക്രം കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ലാസ്റ്റായിട്ടുള്ള ക്രീം തേക്കാനുള്ള ക്രീമാണ് ഞാനിപ്പോൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങളും ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവരും ലൈക്കൊക്കെ അടിച്ചിങ്ങാണ്ട് കണ്ടു തുടങ്ങണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ രാത്രിയിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്, 1 കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് തേക്കുന്ന ക്രീമിൽ കുറച്ച് ചോക്ലേറ്റും കൂടി ചേർത്തിട്ട് ആണ് കേട്ടോ ക്രീം ചെയ്യണത്. പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഒരതിയിട്ട് ഇടല്ല കേട്ടോ. ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കസ്റ്റമർ വിട്ടുതന്ന അതേ മോഡലിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഒരു കേക്കിൻ്റെ ഫോട്ടോസ് വിട്ടുതന്നിന്, ഇതേപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പം ഇനി ഇതിൻ്റെ മേലേക്ക് ഇത് ടൈറ്റ് ആവണതിൻ്റെ മുമ്പ് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെറിയ ചൂടോടുകൂടി. അപ്പോൾ കേക്കൊക്കെ നേരത്തെ ഞാൻ ഉച്ചയ്ക്ക് തന്നെ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. മേലത്തെ ക്രീം ലെവലാക്കൽ മാത്രമാണ് കേട്ടോ ഇപ്പോൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഇതിൻ്റെ മേലെ കണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ നൈഫ് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ പതുക്കെ കേട്ടോ, ചിലപ്പോൾ നമ്മളിങ്ങനെ ശരിയാക്കുമ്പോൾ അടിയിൽ നിന്നാണ് പൊന്തി വരും കേട്ടോ. അപ്പോൾ ചൂടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചൂടുണ്ടെങ്കിൽ അതൊരു പാകത്തെ ചൂടിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫിനിഷാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ മേലെ പേരൊക്കെ എഴുതി കൊടുക്കണം കേട്ടോ. ബർത്ത്ഡേ കേക്കാണിത്. അപ്പം നമ്മൾ ചോക്ലേറ്റ് എല്ലായിടത്തും ആവണ വരെ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം സ്പൂൺ വെച്ചിട്ട്. എന്നിട്ടത് നമ്മളെ നോസിൽ ആക്കിങ്ങാണ്ട് ഒഴിച്ചാൽ സുഖമാണ് കേട്ടോ. അപ്പം ഞാൻ അതിലൊന്നും ആക്കിയിട്ടില്ല, ഇനി സ്പൂൺ വെച്ചിട്ട് തന്നെ ഒഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒന്നിങ്ങോട്ട് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചോക്ലേറ്റ് ഇതേപോലെ ഇങ്ങോട്ട് ഒലിപ്പിച്ചേക്കാണ് കേട്ടോ. ഇങ്ങനെ റൗണ്ടിൽ ഫ്ലവറും വരച്ചു കൊടുത്തേക്കണേ. ഇനി നമുക്ക് പേരെഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് പേരെഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 4 മൂലയിലും ഇങ്ങനെ ചെറിയ ഫ്ലവർ ആക്കിങ്ങാണ്ട് ഇങ്ങനെ ചെറിയൊരു മോഡലും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇനിയും അവർ വിട്ട ഫോട്ടോയിലുണ്ടായിരുന്നു. അപ്പോൾ അത് അതേപോലെ ചെയ്തതാണ്. അപ്പോൾ പ്രത്യേകിച്ച് മോഡലും കാര്യമൊന്നും ഇല്ല, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളെ ചോക്ലേറ്റ് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമ്മൾ ഇന്ന് ചെയ്യണത്. നമ്മളതിൽ പേരെഴുതി കൊടുക്കുകയാണ്, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കൊന്നുമല്ല കേട്ടോ, അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ എഴുതി തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ പേര് കുഞ്ഞു എന്നാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞു എന്നാണ് എഴുതുന്നത്. അപ്പോൾ അതും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ കേക്കിൻ്റെ ലാസ്റ്റ് ഇത് കേട്ടോ, രൂപം. പിന്നെ അതിൻ്റെ മേലെ ഒരു ഫ്ലവർ വെക്കണമെങ്കിൽ ഇതിന് റെഡ് റോസ് പൂവ്. അപ്പോൾ അത് ശരിയായില്ല കേട്ടോ, വെച്ചിട്ട് ഭയങ്കര ഒരു ബോറായിട്ട് തോന്നിയപ്പോൾ പിന്നെ അത് ചെയ്തില്ല. പിന്നെ അങ്ങനെ ഒരു ബോക്സിലാക്കി കൊടുത്തു. പിന്നെ നേരത്തെ എണീറ്റിട്ട് നമ്മളെന്നും ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ പത്തിരി ഞാൻ കുറച്ച് പരത്തി വെച്ചാണ്. ലാസ്റ്റത്തെ ബൗള് ഉരുളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ തീയൊക്കെ മൂട്ടി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു തല അങ്ങനെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതിന് ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൂവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെള്ളം വെച്ചിരിക്കണം കേട്ടോ. അതൊന്ന് ഇത് കഴിയുമ്പോൾ പൊടി വാട്ടിയിട്ട് ചൂട് പോകാൻ വേണ്ടി ഇവിടെ ഇടും. ആ ചൂട് പോണ നേരം കൊണ്ട് ഞാൻ പത്തിരി പൊരിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ അതിന് തേങ്ങ ചിരവിങ്ങാണ്ട് പൂവടിയൊക്കെല്ലാം റെഡിയാക്കും കേട്ടോ. തേങ്ങ ചിരവി റെഡിയാക്കുന്ന സമയം കൊണ്ട് പൊടിൻ്റെ ചൂട് പോകും. എന്നിട്ടത് കുഴച്ചെടുക്കുന്ന ആ സമയം കൊണ്ട് നമ്മൾ ഈ പരത്തി വെച്ച പത്തിരിയൊക്കെ ആ ടൈം ആകുമ്പോഴത്തേന് ഓരോ ട്രിപ്പ് ഇങ്ങനെ വെന്ത് കിട്ടും. ആ വെന്ത് കിട്ടുന്ന ലാസ്റ്റ് ആകുമ്പോഴത്തേന് നമ്മളെ പൂവടി റെഡിയാകും. അപ്പോൾ പത്തിരി ലാസ്റ്റ് ചുട്ട് കഴിയുമ്പോഴത്തേന് പൂവടി
ചട്ടിയിലിടൽ തുടങ്ങും കേട്ടോ. അങ്ങനെ ചെയ്യലാണ്, ഡെയിലി അങ്ങനെ തന്നെ ചെയ്യൽ. അപ്പോൾ പൊരിച്ച പത്തിരി ഉണ്ട് കേട്ടോ അവിടെ, പിന്നെ ചട്ടിയിൽ വെന്തും കൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മൾ ഈ പൂവട ഉണ്ടാക്കി റെഡി ആകുമ്പോഴത്തേന് ആ പത്തിരി വാങ്ങാനാവും കേട്ടോ. എന്നിട്ട് പിന്നെ പൂവട വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കയ്യുമ്മ കാണുന്ന ചുമപ്പ് പൊള്ളിയതാണ് കേട്ടോ മക്കളെ. ഒരു കൈയിൻ്റെ വിരലുമ്മയുണ്ട്, ഒരു കൈയിൻ്റെ മേലെയുണ്ട് കേട്ടോ. മൊത്തത്തിൽ 2 ദിവസമായിട്ട് അടുപ്പത്തേക്ക് ചെല്ലുമ്പോഴത്തേന് എന്തെങ്കിലും വന്നുകൊണ്ട് പൊള്ളുകയാണ്. കൈ പത്തിരി കഴിക്കാനായിട്ട് ചാടിയിട്ട് എണ്ണ അങ്ങോട്ട് തെറിച്ചതാണ് കേട്ടോ മേലൊക്കെ ഇങ്ങനെ എടുക്കണോട് കൂടി. അപ്പോൾ കയ്യുമ്മക്കാണ് നേരെ വന്നത്. അപ്പോൾ മൊത്തത്തിൽ പൊള്ളിന ഓയിൽമെൻറ്റ് ഉണ്ടായതുകൊണ്ട് പുളവും കെട്ടാതെ കഴിച്ചിലായിട്ടോ. അപ്പോൾ തന്നെ തേച്ചതുകൊണ്ട്. അപ്പോൾ ഇതിന് ഓയിൽമെൻറ്റ് കയ്യിൽ കരുതലാണ്, അടുക്കളയിൽ തന്നെ വെക്കലാണ്. ചിലപ്പോൾ ഇങ്ങനെ ഇടുമ്പോഴും പാളിപ്പോവും, ചിലപ്പോൾ അങ്ങോട്ട് എടുക്കുമ്പോൾ അതിൽ ചാടും. അപ്പോൾ മുഖത്തേക്കൊക്കെ തീർച്ചയാണ് കേട്ടോ. മുഖത്ത് പിന്നെ നിറച്ച് കറുത്ത പുള്ളി ഇരിക്കണം, പുള്ളി അത് കാക്കാപ്പുള്ളി പോലെ അങ്ങോട്ട് ആയിക്കണ്. പിന്നെ പോകുന്നില്ല, അത് അതേപോലെ നിൽക്കണുണ്ട്. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. കയ്യുമ്മക്ക് തന്നെയാണ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. കയ്യുമ്മത്തെ കാലം അങ്ങോട്ട് പോയി കിട്ടില്ല കേട്ടോ. എപ്പോഴും പൊള്ളിങ്ങാണ്ട് ഉണ്ടാവും, ഒന്ന് മാറുമ്പോഴത്തേനും ഒന്നിങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം പത്തിരി പൊരിച്ചലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പൂവട എണ്ണയിൽ ഇട്ടുകൊടുത്തിക്കണേ. അതിങ്ങനെ മറിച്ചിടുന്നുണ്ട്. അപ്പോൾ തീ നന്നായിട്ട് കത്തണം. വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ. ഒന്ന് നമ്മൾ ഹൈ സ്പീഡ് അടുപ്പൊന്നും എടുത്തിട്ടില്ല, ഫുള്ള് വിറകടുപ്പിലാണ്. വിറകടുപ്പിൽ തീ മുട്ടി കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ കറികളും എല്ലാം പിന്നെ വിറകടുപ്പ് നല്ല കനലുണ്ടാവും, അതിലോട്ട് ഉണ്ടാക്കുക. അപ്പോൾ കലത്തപ്പൊക്കെ ഞാൻ പ്ലേറ്റൊക്കെ മാറ്റി വെച്ചിന്. അപ്പോൾ നമ്മളെന്നും കലത്തപ്പം ഇങ്ങനെ കാണിക്കില്ല. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്താണ് അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആരെടുത്ത് ഇതെങ്ങനെയാണ് നോക്കുക. അപ്പോൾ ശർക്കര തീരെ കളറില്ല കേട്ടോ. ശർക്കര നല്ല കാപ്പി കറുത്ത കളറാണെങ്കിൽ നമ്മളെ കലത്തപ്പം നല്ല കളറേക്കാരം. ഇതിൽ ലൈറ്റ് കളറിലാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതിങ്ങനെ ഉള്ളിൽ കൂടെ ഒക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ആരുണ്ട് കേട്ടോ കലത്തപ്പത്തിന്. പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ആരുണ്ട്. പിന്നെ നടുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തതാണ്. അപ്പോൾ പൂവട 2ാം ട്രിപ്പും ഞാൻ പിന്നെ ചട്ടിയിലിട്ടേനും അതും ഇങ്ങനെ വെന്ത് വന്നിക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സാദാ പൂവട ഉണ്ടാക്കിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് കുട്ടികൾക്ക് സ്കൂൾക്ക് ചോറ് കൂട്ടാൻ ചായ കടി പരിപാടികളൊക്കെ അതിൻ്റെ ഇടയിൽ കഴിയണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പത്തിരി വാങ്ങാനായിട്ടുണ്ട്. ഇനി ഇത് വേകുമ്പോഴത്തേന് ഞാൻ ചോറിന് വെള്ളം വെച്ചാൽ പിന്നെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയായി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പിന്നെ ചമ്മന്തി അരക്കാനുണ്ട്. നല്ല ചമ്മന്തി അരക്കാണ്. ചോറവിടെ വെന്തും കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ മിന്നുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് പെട്ടെന്ന് സമയം കുറയിക്കണം. അപ്പോൾ വേഗം ഒരു ചമ്മന്തി അരച്ചെടുക്കുക ചെയ്തിട്ടാണ്. അപ്പോൾ പുളിയും വറ്റൽമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടൊരു ചമ്മന്തി കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിക്കണ്. അപ്പോൾ ഇതിനിതാ നമ്മളെ കുക്കറിൽ കടല തീമ വെച്ചിരിക്കണ്. അതിൻ്റെ മേലെ നമ്മൾ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൻ്റെ മേലെ ഒറിജിനൽ ചിരട്ടയിൽ നമ്മൾ പുട്ടുണ്ടാക്കുന്നുണ്ട്. പുട്ടും കടലക്കറിയാണ് അന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ആവി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്ന് കടല വേവും ചെയ്തോളും, പുട്ടും റെഡി ആയിക്കോളുന്നില്ല ഇതിലാണ് കേട്ടോ നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളത് എടുത്തിട്ട് ഒരു പാത്രത്തിൽ കണ്ട് കൊട്ടിയാൽ മതി കേട്ടോ. നമ്മളെ ചിരട്ടപ്പുട്ട് റെഡിയാകും. പെട്ടെന്ന് വെന്തിട്ടു കേട്ടോ. നല്ലോണം തീ കത്തിച്ച് നല്ല ആവി ഇങ്ങോട്ട് കയറിയാലേ പെട്ടെന്ന് നമ്മളെ പുട്ട് റെഡിയായി കിട്ടും. അപ്പോൾ അടുത്തതും വെച്ചിക്കണം കേട്ടോ. ഒരു വട്ടം എടുത്തിട്ട് അടുത്ത ട്രിപ്പും വെച്ച് കൊടുത്തിക്കണ്. വെന്തതിന് ശേഷം അതാ ഒരു പാത്രത്തേക്ക് ഇങ്ങനെ മാറ്റി കൊടുത്തിക്കണ്. ചിരട്ടപ്പുട്ടൊക്കെ റെഡി ആയിക്കണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ഗോതമ്പ് പൊടി കൊണ്ടുള്ള പുട്ട് റെഡി ആക്കണം. ഗോതമ്പ് പൊടി ചപ്പാത്തി ഉണ്ടാക്കുന്ന പൊടിയല്ല കേട്ടോ, അത് പുട്ടുപൊടിയാണ് കേട്ടോ. ഗോതമ്പത്തിൻ്റെ പുട്ടുപൊടിൻ്റെ പാക്കറ്റ് വാങ്ങിയതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പിന്നെ പുട്ട് തന്നെയാണ് കേട്ടോ, ഗോതമ്പ് പുട്ട്. അപ്പോൾ അതൊക്കെ റെഡി ആയിക്കണ്. അപ്പോൾ പിന്നെ അതിലേക്ക് കറി വെച്ചിരിക്കണത് നമ്മളെ കടലക്കറി കേട്ടോ. അപ്പോൾ അതാട്ടോ കടലൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിന് കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ പുട്ടുണ്ടാക്കിയില്ലേ ആ കുക്കറിലിട്ട് കണ്ടിട്ടാണ് വേവിച്ചിരുന്നത്. അപ്പോൾ വെന്തുകാണ്ട് തൂമിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയേക്ക് തൂമിച്ച് മാറ്റിയിരിക്കണേ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടുകൊണ്ട് തേങ്ങ അരക്കാത്ത ഒരു കടലക്കറി ഉണ്ടാക്കിക്കണം. അപ്പോൾ അതിന് നമ്മൾ അടുപ്പത്ത് ഞാൻ പൊരിച്ച പത്തിരി അടുപ്പത്ത് ചോറിന് വെള്ളം വെച്ചിന്. ചോറൊക്കെ അരി ഇട്ടുകൊണ്ട് വെന്തിക്കണ്.
അപ്പോൾ ഞാൻ അതൊന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഊറ്റിയപ്പോൾ ഉപ്പിടാൻ മറന്നു പോയിട്ടോ, എപ്പോഴും ഉപ്പിടുന്നല്ലേ. പിന്നെ ഞാൻ അതിൽ തന്നെ കൊട്ടക്കയിൽ വെച്ചിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഊറ്റിയെടുത്തിട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഗതികേടാട്ടെ, എപ്പോഴും പറയലില്ലേ ചോറ് ഊറ്റുമ്പോൾ ഉപ്പിടലുണ്ടെന്ന്. അപ്പോൾ ശീലമായിപ്പോയിട്ടോ. അപ്പോൾ അതാ ചോറൊക്കെ ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റേഷൻ അരിയാണ് കേട്ടോ, റേഷൻ പൊടിയത്തെ അരിയാണ്, വേഗില അരിയൊന്നുമല്ല, പെട്ടെന്ന് വേഗണ അരിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം കനലുണ്ട് കേട്ടോ, അടുപ്പിൽ നല്ല കനലാണ്. അപ്പോൾ വെച്ചപ്പോൾ നന്നായിട്ട് ചൂടായിക്കണം കേട്ടോ നമ്മളെ ചട്ടിയൊക്കെ. അപ്പോൾ അതാ ചമ്മന്തി കേട്ടോ, ഞാൻ നേരത്തെ അരച്ച ചമ്മന്തി. അപ്പോൾ കുട്ടിക്ക് സ്കൂൾക്ക് ചോറ് പാത്രത്തിലാക്കിയിരിക്കണ്, ഇനി ചമ്മന്തിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചമ്മന്തി മാത്രമേ ഉള്ളൂ കേട്ടോ, നല്ല ചൊടിയില്ല ചമ്മന്തിയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ പൂവട ഉണ്ടാക്കിക്കണം കേട്ടോ. സ്കൂൾക്കും ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് പൂവട ഒരു 35 പൂവടക്ക് ഓർഡർ ഉണ്ടായിന്. അതൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറികളാണ് ഇട്ടത്. ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കിയ ചമ്മന്തിയും പിന്നെ പച്ചമാന്തൾ പൊരിച്ചതും പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ കഷ്ണം മീൻ കൊണ്ടൊരു കറിയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ, പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ മക്കളെ. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ചോറുക്ക് തന്നെയാണ് കേട്ടോ, വേറെ വേറെ പ്ലേറ്റ് ഒന്നും എടുക്കണില്ല. ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപ്പേരി ഒരു പ്ലേറ്റ്, ചമ്മന്തി ഒരു പ്ലേറ്റ്, മീൻ അങ്ങനെയല്ലേ. എനിക്കാവുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ആ കൈയൊക്കെ നന്നായിട്ട് പൊള്ളിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.